ലോകം മുഴുവൻ നമ്മുടെ സഹോദരങ്ങളുണ്ട്. പട്ടിണി കിടക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ. ശരിയാണ്. അവരെയൊക്കെ നമ്മൾ ഓർക്കണം, സഹായിക്കണം. വംശമോ മതമോ ഒന്നും നോക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തണം. അതെ, ഈ ഭക്ഷണപ്പൊതി കൊടുക്കുന്നതും മറ്റു രാജ്യങ്ങളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയുമൊക്കെ സഹായിക്കുന്നതും അതൊക്കെ ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും. അപ്പോ ഈ ഒരു വലിയ ഉത്തരവാദിത്വവും ദൈവകൃപയും ഓർത്തുകൊണ്ട് നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ പ്രാർത്ഥന അതൊന്ന് ഹൃദയത്തിൽ ഏറ്റുചൊല്ലാം. നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ആമേൻ.